നമസ്കാരം. പിറവത്ത് നാലംഗ കുടുംബം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം കേരളക്കരയിൽ നടക്കുകയാണ്. തീർത്തും നിർധനരായ കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. സ്വന്തമായി വീടും ഇവർക്കുണ്ടായിരുന്നില്ല. പുഴയിൽ ചാടി ജീവനൊടുക്കിയെന്ന് കരുതുന്ന നിർധന കുടുംബം അവസാനമായി താമസിച്ചിരുന്നത് പോലീസ് ശരിയാക്കി കൊടുത്ത കോതമംഗലത്തെ ഒരു ലോഡ്ജിലായിരുന്നു. സഹായം അഭ്യർത്ഥിച്ച് ഒരാഴ്ച മുമ്പാണ് കുടുംബം കോതമംഗലം പോലീസ് സ്റ്റേഷനിലെത്തിയത്. കുടുംബത്തിൻ്റെ ദുരവസ്ഥ അറിഞ്ഞ പോലീസുകാർ അവർക്ക് വേണ്ട സഹായങ്ങളും ഒരുക്കി നൽകിയിരുന്നു. പോലീസ് തന്നെ പുതിയ വാടക വീടും ഒരുക്കി കൊടുത്തിരുന്നു. അവിടേക്ക് താമസത്തിന് തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന വാർത്ത എത്തിയത്. തങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച കുടുംബമാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയതെന്ന് ഇനിയും വിശ്വസിക്കാനായിട്ടില്ല SHO പ്രശാന്ത് കുമാർ KRനും മറ്റു ഉദ്യോഗസ്ഥർക്കും. ഒരാഴ്ച മുൻപ് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ സഹായം ചോദിച്ചെത്തിയവരായിരുന്നു ഈ കുടുംബം. താമസിക്കാൻ പോലും ഇടമില്ലെന്ന് പറഞ്ഞെത്തിയ കുടുംബത്തെ സംരക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകി. ഇവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി പോലീസുകാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അവർക്ക് താൽക്കാലികമായി താമസിക്കാനായി ഒരിടം സംഘടിപ്പിച്ചു കൊടുത്തു. ലോഡ്ജിൽ മുറിയെടുത്ത് നൽകിയ ശേഷം ഉടൻ തന്നെ വീട് കണ്ടെത്താമെന്ന് ഉറപ്പ് കൊടുത്തു. സമീപ പ്രദേശത്തെ ബ്രോക്കർമാരുമായി സംസാരിച്ചു. 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നെല്ലിക്കുഴി ഭാഗത്ത് ഒരു വീട് ശരിയായി. വീട് കാണാനായി കുടുംബത്തെയും കൂട്ടി നെല്ലിക്കുഴിയിലെത്തി. അവർക്ക് വീട് വളരെ ഇഷ്ടപ്പെട്ടു. വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചു. അടുത്ത ദിവസം തന്നെ താമസം മാറാമെന്നും തീരുമാനിച്ചു. വണ്ടിയുമായി രാവിലെ വരാമെന്ന് പറഞ്ഞാണ് പോലീസുകാർ തിരിച്ചു പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ വണ്ടിയുമായി കുടുംബത്തെ കൊണ്ടുപോകാനായി ചെന്നപ്പോൾ കുടുംബത്തെ കണ്ടില്ല. രാവിലെ പള്ളിയിലേക്ക് പോവുകയാണെന്ന് കുടുംബം പറഞ്ഞെന്ന് റൂം ബോയ് പറഞ്ഞു. എന്താവശ്യത്തിനും തങ്ങളുമായി ബന്ധപ്പെടാൻ ഒരു ഫോൺ വാങ്ങിച്ചു തരാമെന്നും കുടുംബത്തിന് പോലീസ് ഉറപ്പ് നൽകിയിരുന്നു. സിം വാങ്ങാനായി ആധാർ കാർഡ് നൽകണമെന്ന് പറഞ്ഞിരുന്നു. താമസം മാറുമ്പോൾ അത് നൽകാമെന്ന് കുടുംബം സമ്മതിച്ചിരുന്നതായി SHO പറയുന്നു. പക്ഷേ ഇങ്ങനെയൊരു ബുദ്ധിമോശം ആ കുടുംബം കാണിക്കുമെന്ന് തങ്ങൾ കരുതിയില്ലെന്നും അദ്ദേഹം വേദനയോടെ പറയുന്നു. സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത കേട്ടപ്പോൾ ചെറിയ സംശയം തോന്നിയെങ്കിലും വിശ്വസിക്കാൻ മനസ്സ് വന്നില്ല. അതേസമയം കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും മൃതദേഹം കണ്ടെത്തിയെന്ന് അറിഞ്ഞതോടെയാണ് ആ കുടുംബമാണെന്ന് സ്ഥിരീകരിച്ചതെന്നും SHO പറഞ്ഞു. ചെറുവട്ടൂർ ലക്ഷം വീട് നഗറിലെ വാടക വീട്ടിലായിരുന്നു 1 വർഷത്തിലേറെയായി പാലക്കാട് എലവഞ്ചേരി കുമ്പളക്കോട് നഗറിലെ നാരായണനും ഭാര്യ വിജിമോളും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്നത്. വാടക വീട് ഒഴിയേണ്ടി വന്നപ്പോൾ മറ്റൊരു വീടിനായി ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. അങ്ങനെ 1.5 ആഴ്ച മുൻപ് ഇവർ കോതമംഗലം പോലീസിൻ്റെ സഹായം തേടുകയായിരുന്നു. ഇവരുടെ ദയനീയാവസ്ഥ കണ്ട് പോലീസിൻ്റെ ചെലവിൽ ഇവർക്ക് താൽക്കാലിക താമസത്തിന് ഹൈറേഞ്ച് ജംഗ്ഷന് സമീപം ലോഡ്ജിൽ മുറിയെടുത്ത് നൽകിയായിരുന്നു. കുട്ടികൾക്കടക്കം വസ്ത്രവും ഭക്ഷണവും മറ്റും വാങ്ങി നൽകുകയും ചെയ്തു. പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന ചെറിയ തുകയും മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് കഴിഞ്ഞിരുന്നതെന്നും SHO പ്രശാന്ത് കുമാർ പറഞ്ഞു. ഇടയ്ക്ക് പോലീസിനെ സമീപിച്ച് സഹായം ചോദിക്കാറുണ്ടായിരുന്നു. പോലീസ് ഇടയ്ക്ക് ലോഡ്ജിൽ ഇവരുടെ ക്ഷേമാന്വേഷണം തിരക്കി എത്താറുണ്ടായിരുന്നു. സംഭവ ദിവസം പോലീസ് എത്തിയപ്പോഴാണ് വ്യാഴാഴ്ച രാവിലെ മുറി പൊട്ടി പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോയതെന്ന് ലോഡ്ജിലെ ജീവനക്കാരൻ അറിയിച്ചത്. പുതിയ വാടക വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും എല്ലാമായിട്ടാണ് പോലീസ് എത്തിയത്. വൈകിട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഗ്രൂപ്പിൽ പിറവത്ത് നിന്ന് സ്ത്രീയുടെയും കുട്ടിയുടെയും ചിത്രം കണ്ടുവിളിച്ച് ചോദിച്ചപ്പോഴാണ് ഈ കുടുംബമാണെന്ന് മനസ്സിലായത്. ചെറുവട്ടൂരും പരിസരത്തുമായിട്ടാണ് 4 വർഷമായി വാടക വീടുകളിൽ ഈ കുടുംബം താമസിച്ചിരുന്നതെന്നും അധികൃതർ പറയുന്നു. 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹന്ന UKG മുതൽ ചെറുവട്ടൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഹന്നയുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല.